നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രൈയിങ് പാൻ റെയിൻകോട്ട് എന്തിന്? ചെറിയൊരു പിസ്സ ബോക്സിൽ വരെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്ത മാരകമായ കെമിക്കൽസ് ഉണ്ടെന്ന് പറഞ്ഞാലോ? ആ കെമിക്കൽസിന് നിങ്ങളെ കൊല്ലാൻ സാധിക്കുമെന്ന് പറഞ്ഞാലോ? നല്ല രസമാണല്ലേ കേൾക്കാൻ. ഇവരാണ് PFAS, ദ ഫോർ എവർ കെമിക്കൽസ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇവരെ കുറിച്ചാണ്. ഈ വീഡിയോ കാണേണ്ടാത്തവരെ ഇപ്പോഴേ സ്കിപ്പ് അടിച്ച് വെക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഫുൾ ഇരുന്ന് കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ആപത്ത് വരാൻ പോവാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ടോപ്പിക്കുകളാണ്. 1, എന്താണ് PFAS? 2, എല്ലായിടത്തും ഇതിനെന്താണ് കാര്യം? 3, ലോകരാജ്യങ്ങൾ എന്തിനാണ് ഇതിന് ഇത്ര ജാഗ്രതയോടെ കാണുന്നത്? 4, ഇതിനെക്കുറിച്ച് ഇപ്പൊ പറയേണ്ട ആവശ്യകത എന്താണ്? അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. മുഴുവൻ കണ്ടിട്ട് വന്ന് കമന്റ് അടിക്കുക. ഓക്കെ. ടോപ്പിക് നമ്പർ 1, എന്താണ് PFAS? PFAS എന്നത് പെർ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൽ കോമ്പണൻസ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. 1930s ഇതിന്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നത്. 1940s ഇത് വ്യാപകമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ഒരിക്കലും നശിപ്പിക്കാൻ കഴിയത്തില്ല എന്നതുകൊണ്ട് ഇതിന് ഫോർ എവർ കെമിക്കൽസ് എന്ന പേരും വീണു. ഇനി ഇതിന്റെ സീക്രട്ട് പവർ പരിശോധിച്ചാലോ? അതെ, റെസിസ്റ്റൻസ്, പ്രതിരോധം. എല്ലാത്തിനോടുമുള്ള പ്രതിരോധം. ചൂട്, തണുപ്പ്, എണ്ണ, ഗ്രീസ്, അങ്ങനെയുള്ള എല്ലാത്തിനോടുമുള്ള റെസിസ്റ്റൻസ്, അത് ഇവയെ മികച്ചതാക്കി. ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. ആദ്യം അടുക്കളയിൽ നിന്ന് തുടങ്ങാം. നോൺ സ്റ്റിക് പാത്രങ്ങള്, ഗ്രീസ് പ്രൂഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്ങുകൾ, അവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നേരെ അലമാരയിലേക്ക് പോകാം. സ്റ്റെയിൻ റെസിസ്റ്റന്റ്, വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജാക്കറ്റുകൾ, വാട്ടർ പ്രൂഫ് ജാക്കറ്റുകൾ, റെയിൻ കോട്ടുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളിൽ ഇത് ഉപയോഗിച്ച് വരുന്നു. ഇനി ഇതെല്ലാം ഉപയോഗിച്ച് അസുഖം ബാധിച്ച് ഒരു ഹോസ്പിറ്റലിൽ പോയാലോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ്, സർജിക്കൽ എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാത്തിലും ഈ PFASന്റെ കോമ്പണൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞ തൂണിലും തുരുമ്പിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിലും ഈ സാധനത്തിന്റെ പ്രസൻസ് ഉണ്ട്. ആധുനിക ലോകത്തില് രാവിലത്തെ ചായയിൽ നിന്ന് തുടങ്ങി കയ്യിലുള്ള ഫോണിൽ വരെ PFAS അടങ്ങിയിട്ടുണ്ട്. ടോപ്പിക് നമ്പർ 3, എന്തിന് ഭയക്കണം? എന്തിനാണ് ലോകരാജ്യങ്ങൾ ഇതിന് ഇത്ര ജാഗ്രതയോടെ കാണുന്നത്? Answer is simple. The name itself suggests that forever chemicals. ഒരിക്കൽ ഉൽപ്പാദിപ്പിച്ചാൽ പിന്നെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ഈ ഫോറെവർ കെമിക്കൽസ്. ആ ഒരു കാറ്റഗറി തന്നെയാണ് ഇതിനെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നതും. ഇവ മണ്ണിലും വെള്ളത്തിലും ബാക്കി ജീവജാലങ്ങളിലൊക്കെ ആയിട്ട് പടർന്നതാണ്. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഇവ നമ്മളെ രോഗിയാക്കി. ചെറിയ രോഗിയൊന്നല്ല, വലിയ രോഗി. ക്യാൻസർ, തൈറോയിഡ്, ഡെവലപ്മെന്റ് ഡിലേ, ഇമ്മ്യൂണിറ്റി പവർ നശിപ്പിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള മാരകമായ പല രോഗങ്ങളും ഇവ നമുക്ക് ഉണ്ടാക്കി തരും. ആഗോളപരമായി നിയമങ്ങളും നിയമയുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനികളൊക്കെ കോടികൾ മുടക്കി കേസ് ഒതുക്കും. യൂറോപ്പില് ബാൻ ചെയ്തു. അമേരിക്കയിലൊക്കെ ശക്തമായ നിയമങ്ങൾ വന്നു. ചുരുക്കി പറഞ്ഞ PFASന്റെ ഏത് ഗുണമാണോ അതിന് ഇത്ര ഉപകാരപ്രദമാക്കിയത്, അത് തന്നെ അതിനെ ഏറ്റവും അപകടകാരിയുമാക്കി. ടോപ്പിക് നമ്പർ 4, ഇതിപ്പോ പറയേണ്ട ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ വാദോരാതെ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്നത്? ഒരു ചെറിയ കഥ പറയാം. നമുക്കൊന്ന് 1965 സഞ്ചരിക്കാം. 1965 ഇറ്റലിയിലെ ട്രിസീനോ എന്ന് പറയുന്ന സ്ഥലത്ത് മിറ്റേനി എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഫാക്ടറി സ്ഥാപിച്ചു. 2013 ആയപ്പോഴത്തേക്കും PFAS എന്നതിന്റെ മറ്റൊരു പേരായി മാറി മിറ്റേനി. ലോകത്തിലെ തന്നെ PFASന്റെ ഏറ്റവും വലിയ ഉത്പാദകർ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ കമ്പനിയുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വിചിത്രമായ രോഗങ്ങൾ കണ്ടു തുടങ്ങി. ഏറ്റവും കൂടുതൽ ക്യാൻസർ തന്നെയായിരുന്നു, അതും പലതരത്തിലുള്ള വിചിത്രമായ രോഗങ്ങൾ. കേസുകളുടെ എണ്ണം കൂടി വന്നപ്പോൾ ഗവൺമെന്റ് എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു. അങ്ങനെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. എല്ലാവരുടെ ശരീരത്തിൽ അമിതമായ അളവില് PFASന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മിറ്റേനി എന്ന കമ്പനി അവരുടെ റോ വേസ്റ്റുകൾ ഇറ്റലിയിലെ വാട്ടർ സോഴ്സുകളിൽ ഉപേക്ഷിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ PFAS എന്ന കെമിക്കൽസ് ഇറ്റലിയിലെ ഗ്രൗണ്ട് വാട്ടറിലും പല വാട്ടർ സോഴ്സസിലും അങ്ങനെ അലിഞ്ഞു ചേർന്നു. ഏകദേശം 3.5 ലക്ഷത്തോളം ആൾക്കാരെ രോഗികളാക്കി. 4000-ഓളം ആൾക്കാരെ ജീവനെടുത്ത ഈ കമ്പനി 2018 ഇറ്റലി ഗവൺമെന്റ് താഴോട്ട് കൂട്ടി. ഇതിന് കാരണക്കാരായവരെ ഗവൺമെന്റ് ജയിലിലാക്കി. എന്ത് മനോഹരമായ കഥയല്ലേ! എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ സർക്കാർ പ്രവർത്തിച്ചത്. ഞാനിപ്പം ഇതെന്തിനു പറഞ്ഞു എന്നല്ലേ, ഇനിയാണ് ശരിക്കുള്ള സംഭവത്തിന് തുടക്കം. മിറ്റേനി അടച്ചു പൂട്ടിയതിനു ശേഷം നഷ്ടപരിഹാര തുക ഈടാക്കാനായിട്ട് കമ്പനിയുടെ സാധന ജംഗമ വസ്തുക്കളൊക്കെ ലേലത്തിനിട്ടു. 2019 വിവ ലൈഫ് സയൻസസ് എന്ന ഒരേ ഒരു കമ്പനി മാത്രമാണ് ആ ലേലത്തിൽ പങ്കെടുത്തത്. ഇനി അവരെ പറഞ്ഞുവിട്ടതായിരുന്നല്ലേ ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് എന്ന ബൊമ്പൻ ഇന്ത്യൻ കമ്പനി.
ലക്ഷ്മി ഓർഗാനിക്സിന്റെ ഒരു സബ്സിഡറി കമ്പനിയായിരുന്നു ഈ വിവ ലൈഫ് സയൻസസ്. 2023 കപ്പല് മാർഗം മിഷനുകളൊക്കെ മുംബൈ തീരത്തെടുത്തു. ഈ സമയം കൊണ്ട് നമ്മുടെ ലക്ഷ്മി ഓർഗാനിക്സിന്റെ സിഇഒ ഹർഷവർദ്ധൻ ഗോയലേക്ക ഷെയർ ഹോൾഡേഴ്സിനോടുള്ള കഠിനമായ മീറ്റിംഗിലായിരുന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക്. 2018 മിഡ് കൂട്ടുന്നതിന് മുമ്പ് അവിടുത്തെ സിഇഒ ആയിരുന്ന ആന്റോണിയോ മെർഡോണി ഇന്ത്യയിലേക്ക് ഒരു പെട്ടിയുമായി വിമാനം കയറി. ഇവിടെ ഇന്ത്യയിൽ ഹർഷവർദ്ധനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ച് ഇറ്റലിയിലെത്തിയ ആന്റോണിയോനെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു 6 വർഷത്തേക്ക്. 2019 ലക്ഷ്മി ഇൻഡസ്ട്രീസ് മിറ്റേനയുടെ അസറ്റുകൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ലോട്ടെ പരശുരാമനുള്ള കമ്പനിയുടെ എൻവയോൺമെന്റൽ അസസ്മെന്റ് റിപ്പോർട്ടിൽ 2018 കമ്പനി മിറ്റേനയുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിലുള്ള ഫ്ലോറോ കെമിക്കൽസ് ഉൽപാദനം ചെയ്യാൻ പ്ലാൻ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2024 ഷിപ്പിംഗ് ഓർഡറുകൾ പരിശോധിക്കുമ്പോൾ BASF, ഷെമോറി, ഡുപോണ്ട്, AMC പോലുള്ള കമ്പനികൾക്ക് ലക്ഷ്മി ഇൻഡസ്ട്രീസ് അവരുടെ ഫ്ലോറോ കെമിക്കൽസിന്റെ സാമ്പിൾസ് അയച്ചതായി റിപ്പോർട്ടിലുണ്ട്. ഈ പറഞ്ഞ കമ്പനികളൊക്കെ പണ്ട് മിറ്റേനയുമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനികളാണ് എന്നത് വേറൊരു സത്യാവസ്ഥ. ഇനി ലക്ഷ്മി ഇൻഡസ്ട്രീസിൽ വരാം. ലോട്ടെ പരശുരാമിലെ കമ്പനിയെ കുറിച്ച് അവിടുത്തെ ഗ്രാമവാസികൾ പലതവണ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതാണ്. അവിടുത്തെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ മഹാരാഷ്ട്രയുടെ ഉൾഗ്രാമങ്ങളിലുള്ള ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. ഈ സമയത്ത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. അന്നേരം ഈ കമ്പനി അവിടുത്തെ തോട്ടിലും പുഴയിലേക്കുമായി ഈ മലിനജലം ഒഴുക്കിവിടുന്നു എന്നതായിരുന്നു പരാതി. ഇതിനെതിരെ അവിടുത്തെ പരിസ്ഥിതി സംഘടനകൾ ലക്ഷ്മി ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് പലതവണ നോട്ടീസുകൾ അയച്ചതാണ്. ഇനി വൈ ഇന്ത്യ, എന്തുകൊണ്ട് ഇന്ത്യ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ വളരെ സിമ്പിളാണ്. ഇന്ത്യയിൽ ഇതുവരെ PFAS എന്ന കെമിക്കൽസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു നിയമവും ഇല്ല. പിന്നെ ഇവിടെ പണമുണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഇത് ഇന്ത്യയാണ് സാർ, ഇവിടെ ഇങ്ങനെയാണ്. പണമുണ്ടെങ്കിൽ ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം. ഭോപ്പാൽ ട്രാജഡി പോലുള്ള മറ്റൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ഭരണകൂടം കണ്ണു തുറക്കുകയുള്ളൂ. അതുവരെ നീതിദേവതയെ പോലെ മാധ്യമങ്ങളും സർക്കാരും കണ്ണടച്ചിരിക്കും. ഈ വീഡിയോ കാണുന്ന 100 പേരിൽ ഒരാളെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ 131 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്ന് ഒരു 10 ലക്ഷം ആൾക്കാരെങ്കിലും പ്രതികരിക്കും. പോരാടുക, പ്രതികരിക്കുക. നല്ലൊരു നാളേക്കായി, നല്ലൊരു രാജ്യത്തിനായി, നല്ലൊരു തലമുറയ്ക്കായി. താങ്ക് യു.